രാമേന്ദ്രൻ, കഴിഞ്ഞ ദിവസം വളരെ ഗൗരവമായിട്ട് നമ്മളെ ഇറാൻ ആക്രമിക്കപ്പെടും, അതിനെല്ലാ സന്നാഹങ്ങളുമായി അമേരിക്ക മുന്നോട്ട് നീങ്ങുന്നു. അവരുടെ വിമാനം വാഹിനി കപ്പലും അതിൻ്റെ കൂടെയുള്ള വ്യൂഹങ്ങളും ഏതാണ്ട് ആക്രമിക്കാവുന്ന സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പറഞ്ഞു. നമ്മളതെല്ലാം ചർച്ച ചെയ്തതിന് ശേഷമാണ് ഇംഗ്ലീഷ് പത്രങ്ങളെല്ലാം ആ വിഷയങ്ങൾ വാർത്തയായിട്ട് കൊണ്ടുവന്നത്. എന്നാൽ ഈ അക്രമം നടക്കാതിരിക്കാൻ, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു യുദ്ധം ആരംഭിക്കാതിരിക്കാൻ ആവശ്യമായ ശ്രമങ്ങളെല്ലാം ഗൾഫ് രാജ്യങ്ങൾ കൂട്ടായിട്ട് തന്നെ എടുക്കുന്നുണ്ടെന്നാണ് പുതിയ വാർത്ത. കാരണം ഈ യുദ്ധം തുടങ്ങിയാൽ അത് ഏറ്റവും കൂടുതൽ തകർച്ച ഉണ്ടാക്കുന്നത് ഈ ഗൾഫ് രാഷ്ട്രങ്ങളെ മുഴുവനുമായിട്ടായിരിക്കും. ഇറാൻ്റെ മാത്രം തകർച്ചയിൽ അത് അവസാനിക്കില്ല. അതുകൊണ്ടാണ് ഗൾഫ് രാഷ്ട്രങ്ങൾക്ക് അതിൽ കൂടുതൽ ഉത്കണ്ഠയുള്ളത്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം അവസാനിപ്പിക്കണം എന്നത് അവരുടെ ഒരു ആഗ്രഹമാണ്. എന്താണ് അത്? അവസാനഘട്ട ശ്രമങ്ങൾ സൗദി, UAE, ഖത്തർ, ഒമാൻ ഈ 4 രാജ്യങ്ങൾ നടത്തുന്നതായിട്ടാണ് റിപ്പോർട്ട്. വിമാനവാഹിനിയുടെ കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അത് ഇപ്പൊ ട്രാക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ട്രാൻസ്പോണ്ടർ അത് അടച്ചത് കൊണ്ടാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. അതിപ്പോൾ ഇംഗ്ലീഷ് മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ അസ്ഥിരമായ ഇറാൻ, അതായത് അമേരിക്ക ആക്രമിച്ച ശേഷം അസ്ഥിരമാകുന്ന ഒരു ഇറാൻ ഉണ്ടല്ലോ, അതായിരിക്കും വലിയ ഭീഷണി എന്ന് ഈ ഗൾഫ് രാജ്യങ്ങൾ കരുതുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനുശേഷം ഈ എണ്ണ, ഗ്യാസ് ഈ വിപണിയെ അത് വല്ലാതെ ബാധിക്കും. ഇവരുടെ മറ്റ് ഗൾഫ് രാജ്യങ്ങളുടെ തന്നെ നിലനിൽപ്പിനെ അസ്ഥിരമായ ഇറാൻ വലിയ ഭീഷണിയായിട്ട് വളയും എന്നുള്ളതാണ് അവരുടെ തോന്നൽ. അപ്പോൾ അതുകൊണ്ട് സൗദിയും UAEയും ഖത്തറും ഒമാനും അമേരിക്കയുടെ മുകളിൽ, ട്രംപിൻ്റെ മുകളിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുന്നു എന്നാണ് റിപ്പോർട്ട്. എങ്ങനെയെങ്കിലും ഈ യുദ്ധം ഒഴിവാക്കിയാൽ കൊള്ളാം എന്ന്. അപ്പോൾ ഇറാനും ഒമാനും ഇടയിലെ ചെറിയ നാവിക പാത ആണ് ഈ ഹോർമുസ് കടലിടുക്ക് എന്ന് പറയുന്നത്. നാവികപാത, നേരിയ ഇടുങ്ങിയ കപ്പൽപാതയാണ് അത്. അപ്പോൾ ഈ ഗൾഫിനെ ഗൾഫ് ഓഫ് ഒമാനുമായിട്ടും അറബിക്കടലുമായിട്ടും ബന്ധിപ്പിക്കുന്ന നാവികപാതയാണ് ഈ ഹോർമുസ് കടലിടുക്ക്. ഇത് പലപ്പോഴും ഇത് അടയ്ക്കും. കാരണം ഇതിൽ കൂടിയാണ് ഈ 15-20 മില്യൺ ബാരൽ ഒരു ദിവസം ഈ ഗൾഫ് രാജ്യങ്ങളുടെ എണ്ണ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും പല സ്ഥലത്തേക്കും എണ്ണ അയക്കുന്നത് പല രാജ്യങ്ങളിലേക്ക് ഇതുവഴിയാണ്. അത് അടച്ചു കഴിഞ്ഞാൽ, ഇറാൻ അടച്ചു കഴിഞ്ഞാൽ വലിയ പ്രശ്നമാവും. ഇത് അടയ്ക്കും എന്നുള്ള ഭീഷണി പലപ്പോഴും ഇറാൻ ഉയർത്താറുണ്ട്. ഇനി ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇറാൻ ചെയ്യാൻ മടിക്കില്ല എന്നുള്ളത് വ്യക്തമാണ്. അപ്പോൾ ലോകത്തിലെ 5-1 ചരക്കുകൾ കടന്നു പോകുന്നത് ഈ ഹോർമുസ് വഴിയാണ്. പെട്രോളും ഗ്യാസും 15 മുതൽ 20 മില്യൺ ബാരൽ പെർ ഡേ ഒരു ദിവസം അതിൽ കൂടി പോകുന്നുണ്ട്. LNGയുടെ ഗ്യാസിൻ്റെ 20% ആഗോളതലത്തിൽ ഈ ഹോർമുസ് വഴിയാണ് കടന്നു പോകുന്നത്. അതടയ്ക്കും എന്ന് ഇറാൻ്റെ ഭീഷണിയുണ്ട്. അപ്പം തന്നെ ഗൾഫ് രാജ്യങ്ങളെ അത് ബാധിക്കും. അങ്ങനെ ചെയ്താൽ ടാങ്കറുകളെ, ഹോർമുസ് വഴി പോകുന്ന ടാങ്കറുകളെ, ഇന്ധന കപ്പലുകളെ ആക്രമിക്കും എന്നും ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഈ യമനിലെ ഇവരുടെ പ്രോക്സീസ് ഉണ്ട്, ഇറാൻ്റെ നിഴൽ കൂലിപ്പട്ടാളങ്ങൾ യമനിലൊക്കെ ഉണ്ട്. ഇവരും ആക്രമിക്കും ഇറാന് വേണ്ടി ഗൾഫ് രാജ്യങ്ങളെ. ഇറാനെ, അതായത് അമേരിക്കയെ സഹായിക്കേണ്ടി വരുമല്ലോ, താവളങ്ങൾ കൊടുക്കേണ്ടി വരുമല്ലോ ഈ ഗൾഫിലെ രാജ്യങ്ങൾ, ഖത്തർ ഉൾപ്പെടെയൊക്കെ ഉള്ള. അപ്പോൾ അത്തരം രാജ്യങ്ങളെയൊക്കെ ആക്രമിക്കും ഇറാൻ. അതിന് ഇറാൻ തന്നെ വേണമെന്നില്ല, ഈ കൂലിപ്പട്ടാളങ്ങളുണ്ട് യമൻ, അതുപോലെ ഇറാഖിലെ മിലിഷ്യ, അവരൊക്കെ ആക്രമിച്ചു എന്നും വരും. പിന്നെ ബാബൽ മന്ദബ് എന്ന് പറഞ്ഞ ഈ തുറമുഖ ഭാഗമുണ്ട് യമനിൽ. അത് ബാബൽ മന്ദബ് കടലിടുക്ക് അത് ചെങ്കടലിനെ ഗൾഫ് ഓഫ് ഏഡനുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്, അറബിക്കടലുമായിട്ടും ബന്ധിപ്പിക്കുന്നതാണ്. സൂയസ് കനാൽ വഴിയുള്ള ചരക്ക്
അതിനൊക്കെ ഈ ബാബൽ മന്ദബ് കടലിടുക്ക് അത്യാവശ്യമാണ്. അത് യമന്റെ അടുത്തായതുകൊണ്ട് അവിടെ ഈ യമനിലെ ഹൂത്തികൾക്ക് ഇറാന് വേണ്ടി ഇടപെടാം. അപ്പം അങ്ങനെ രണ്ട് കടൽപ്പാതകൾ പ്രശ്നത്തിലാവും. ഇറാൻ ഈ ഗൾഫിലെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിച്ചു എന്ന് വരും. ഇറാൻ തിരിച്ചടി എന്നുള്ള നിലയ്ക്ക് ഓഫ് ഷോർ പ്ലാറ്റ്ഫോമുകൾ, ശുദ്ധീകരണശാലകൾ, എക്സ്പോർട്ട് ടെർമിനലുകൾ, ഇതിനെയൊക്കെ ഇറാൻ ആക്രമിച്ചു, ലക്ഷ്യം വെച്ചു എന്ന് വരും. റിയാദിലും ദോഹയിലുമുള്ളത്, സൗദിയിലും ഖത്തറിലും ഉള്ളത്. അമേരിക്കയ്ക്ക് ഈ വ്യോമ മേഖല ഇറാനെ ആക്രമിക്കാൻ വേണ്ടി ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് സൗദി അറേബ്യയും ഖത്തറും പറഞ്ഞതായിട്ടാണ് റിപ്പോർട്ട്. സൗദിയും ഖത്തറും ഞങ്ങളുടെ വ്യോമ മേഖല ഇറാനെ ആക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് അമേരിക്കയോട് പറഞ്ഞിട്ടുണ്ടെന്ന്. ഇത് അങ്ങനെ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അവരുടെ സംരക്ഷണമാണല്ലോ. അതെ, കാരണം ഇത് തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളാണ് തുറന്നു കൊടുത്തത് എന്ന കാരണം പറഞ്ഞ് ഇറാൻ ഇവരെ ആക്രമിക്കും. സൗദിയിലെ എണ്ണ കേന്ദ്രങ്ങളെ ആക്രമിക്കും, ഖത്തറിലെ കേന്ദ്രങ്ങളൊക്കെ ആക്രമിച്ചു. അല്ല, ഇവിടെ എനിക്ക് തോന്നുന്നത് ഈ വെനിസലയിൽ നടത്തിയ പോലുള്ള ഓപ്പറേഷൻസ് ഇറാനിൽ സാധ്യമല്ല. അതാണ് വിഷയം. അപ്പൊ അത് അങ്ങോട്ട് ആക്രമണം നടത്തിയ വെനസ്വേലയിൽ 20 പേര് പോയി ചെയ്തതാണ്. ഇത് ലാർജ് സ്കെയിൽ കരയുദ്ധം തന്നെ വേണ്ടി വരും. വ്യോമയുദ്ധം തന്നെ പോരാ. അപ്പൊ ഹോർമുസ് അടച്ചു കഴിഞ്ഞാല് എണ്ണവില ആഗോളമായിട്ട് ഉയരും. ഇന്ത്യക്കും ഇത് വലിയ പ്രശ്നമായിരിക്കും. ഗൾഫ് രാജ്യങ്ങൾക്ക് മാത്രമല്ല, ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന ഈ ക്രൂഡില് 40% ഹോർമുസ് വഴി വരുന്നതാണ്. ഇന്ത്യ മൂന്നാമത്തെ ആഗോള ഏറ്റവും വലിയ കൺസ്യൂമറാണ്. 88% നമ്മുടേത് നമ്മൾ കൺസ്യൂം ചെയ്യാണ്. അപ്പോൾ ഹോർമുസ് വഴി അല്ലാത്ത എണ്ണ അയക്കാനുള്ള പൈപ്പ് ലൈനുകൾ വളരെ പരിമിതമാണ്. അപ്പോൾ അങ്ങനെ ഹോർമുസ് അടച്ച് ബദൽ മാർഗങ്ങൾ വഴി പൈപ്പ് ലൈനുകൾ വഴി അയക്കുകയാണെങ്കിൽ തന്നെ 9 മില്യൺ ബാരൽ ഒരു ദിവസം മാത്രമേ അയക്കാൻ പറ്റുള്ളൂ എന്നാണ് കണക്ക്. എന്ന് പറഞ്ഞാൽ ആഗോള ഡിമാൻഡിന്റെ 9% മാത്രം. എന്ന് പറഞ്ഞാൽ ഹോർമുസ് ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ. ഇറാൻ അത് കൈകാര്യം ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇത് വെനസ്വേല പോലെ അല്ല. അതാണ് ഇത് ആഗോള കച്ചവടത്തിന് മൊത്തം ബാധിക്കുന്ന ഒരു അതിഭീകര യുദ്ധമായിട്ട് പരിണമിക്കും. ഇറാന് സ്വയം നാശം ഉണ്ടാവും എന്ന് മാത്രമല്ല, ചൈനയ്ക്കും പ്രശ്നം ഉണ്ടാവും. ചൈനയുടെ 40% ഇതുവഴിയാണ്. അപ്പോൾ ചൈനയും വെറുപ്പിക്കുന്ന പരിപാടിയായിരിക്കും ഇറാന്റെ ആക്രമണങ്ങൾ വരുത്തി വെക്കുന്നത്. അത് ഇറാന്റെ സ്വയം നാശത്തിൽ. കാരണം ഇറാനിൽ നിന്നുള്ള എണ്ണ ചൈന ഇറക്കുമതി ചെയ്യുന്നുണ്ട്. ചൈനയ്ക്ക് അമേരിക്കൻ ഉപരോധമൊന്നും ബാധകമല്ലല്ലോ. അപ്പോൾ ചൈനയെ വെറുപ്പിക്കുമല്ലോ ഇറാൻ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ. അത് സ്വയം നാശത്തിൽ ചെന്ന് കലാശിക്കും. ഗൾഫിന് പുറത്ത് ഇറാന് ഒരു എക്സ്പോർട്ട് ടെർമിനലേ ഉള്ളൂ എണ്ണയുടെ. അത് ജാസ്ക് ഓയിൽ ടെർമിനൽ ഗൾഫ് ഓഫ് ഒമാനിലുള്ളതാണ്. ഇതൊക്കെ ആക്രമിക്കപ്പെടാമല്ലോ. അപ്പോൾ 2024 ഒക്ടോബറിലാണ് ആ ടെർമിനൽ തുടങ്ങിയത്. ഗൾഫിന് പുറത്ത് ഗൾഫ് ഓഫ് ഒമാനിലെ ജാസ്ക് ഓയിൽ ടെർമിനൽ. അത് ഗൗറയിൽ നിന്ന് 1000 കിലോമീറ്റർ പൈപ്പ് ലൈൻ ആണ് ഇട്ടിരിക്കുന്നത്. 1000 കിലോമീറ്റർ പൈപ്പ് ലൈൻ. ഇത് ഗാർഗ് ദ്വീപിന് ബദൽ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഒമാനാണ് ഇറാനും അമേരിക്കയ്ക്കും ഇടയിലെ മധ്യസ്ഥ രാഷ്ട്രം. ഒമാനാണ് അമേരിക്കയുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒമാൻ ഇതൊക്കെ പറയുന്നുണ്ട്. ഇനി നമ്മൾ പറഞ്ഞ എബ്രഹാം ലിങ്കൺ ഇപ്പോൾ എല്ലാം നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ട്രാൻസ്പോണ്ടർ സ്വിച്ച്ഡ് ഓഫ് ആണ്. എന്ന് പറഞ്ഞാൽ അത് ട്രാക്ക് ചെയ്യാൻ പറ്റില്ല. ഈ മേഖലയിൽ എത്തിയിട്ടുണ്ട്. ട്രംപ് പറഞ്ഞിട്ടുണ്ട് ഇറാനെ ലാക്കാക്കി വലിയ സേന ഇപ്പോൾ എത്തിയിട്ടുണ്ട്. എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്ക് നോക്കാം എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവസാനഘട്ട ശ്രമങ്ങൾ ഗൾഫ് രാജ്യങ്ങൾ 4 രാജ്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഒമാൻ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ
മധ്യസ്ഥതയും വഹിക്കുന്നു. ഇതാണ് ഇപ്പോഴത്തെ യുദ്ധചിത്രം. ഈ രക്ഷാപ്രവർത്തനത്തിന്റെ വിജയത്തിന്റെയും പരാജയത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കും യുദ്ധം ഉണ്ടാവുകയില്ല എന്ന് പറയാൻ പറ്റുള്ളൂ. രക്ഷാപ്രവർത്തനം വിജയിച്ചാൽ എല്ലാവർക്കും ആശ്വസിക്കാം, അല്ലെങ്കിൽ ഒരു സർവനാശത്തിന്റെ എല്ലാ സാധ്യതകളും ഇതിനകത്തുണ്ട്. ഇറാൻ സമ്പൂർണ്ണമായി തകർന്നു പോകും എന്നുള്ളത് ശരിയാണ്. പക്ഷേ മറ്റു വഴികൾ അവർക്ക് ഇല്ലാത്തതിന്റെ പേരിൽ അവർ സ്വയം തകരട്ടെ എന്ന് വെച്ചാൽ ഒരു സൂയിസൈഡൽ അറ്റാക്ക്. അല്ല, ആ സമയത്ത് ഇറാൻ ചെയ്യുന്ന കുറെ കാര്യങ്ങളാണ് നമ്മൾ ഈ പറഞ്ഞത്, ഹോർമോസ് അടയ്ക്കുന്നത് ഉൾപ്പെടെയുള്ള ആഗോള സ്തംഭനത്തിന് വഴിവെക്കും. അതാണ് എന്ന് പറയുമ്പോൾ എണ്ണ പല സ്ഥലത്തും എത്തില്ല, പല രാജ്യങ്ങളും സ്തംഭിക്കും. എണ്ണയില്ലാതെ ഒന്നും നടക്കില്ല, ചരക്ക് ഗതാഗതമൊന്നും നടക്കില്ലല്ലോ. അപ്പോൾ ഈ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾക്ക് ഈ യുദ്ധം ഭീഷണിയാണ്. ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത് അവർട്ട് ചെയ്യാൻ, ആ യുദ്ധം ഒഴിവാക്കാനുള്ള അവസാനഘട്ട ശ്രമങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.